ഭാരതത്തിലെ അതിപുരാതനമായ ശ്രീ വിഷ്ണുമായ സേവാക്ഷേത്രം കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം. ഹരഹരോ ഹരഹര സ്വാമിയേ ഹരഹര. ചരിത്രപരമായും ഐതിഹ്യപരമായും ആചാരപരമായും സുപ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് മന്നം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത്. മന്നം എന്ന വാക്ക് മണ്ഡ്രം, സംഘകാലത്തൊക്കെയുള്ള മണ്ഡ്രം എന്ന് പറയുന്നത്, അതായത് ഹെഡ് ക്വാർട്ടേഴ്സ്, തലസ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്ക് ധാരാളമായി ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ മണ്ഡ്രം ലോപിച്ചാണ് മന്നമായി മാറിയത്. അതുകൊണ്ട് വളരെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ സ്ഥിരാകേന്ദ്രം എന്നുള്ള നിലയിലുള്ള ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു ദേശമായിരുന്നു ഈ മന്നം. അങ്ങനെ ചരിത്രപരമായി നോക്കുമ്പോൾ വലിയ പഴക്കമുണ്ട്. പിന്നീട് അത് ടിപ്പുവിൻ്റെ പടയോട്ടമൊക്കെ നടന്ന സമയത്ത്, ടിപ്പുവിൻ്റെ പടയോട്ടം കടന്നുപോയ വഴിയാണിത്. ആ സമയത്ത് ഇവിടുത്തെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ ഏലൂർ പാട്ടുപുരയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് എടുത്ത് മാറ്റിയെന്നാണ് വിശ്വാസം. പണ്ട് ഇതുപോലെ തന്നെ പടയോട്ടം ഉണ്ടായിരുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് മാറ്റിയതുപോലെ ഇപ്പോഴും പാട്ടുപുരയ്ക്കൽ ക്ഷേത്രത്തിൽ ചെന്നാൽ ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ നമുക്കവിടെ കാണാൻ സാധിക്കും. എങ്ങനെയാണോ അമ്പലപ്പുഴയിൽ ഇപ്പോഴും ഉച്ചസമയത്ത് പാൽപ്പായസം നേദിക്കുന്നത്, അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ നേദിക്കുന്നത്, അതുപോലെ തന്നെയുള്ള ഒരു പ്രാധാന്യത്തോടു കൂടി ഈ ക്ഷേത്രത്തെ നമുക്ക് നോക്കി കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് മറ്റ് ക്ഷേത്രത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വേറെ മറ്റു ഉപദേവതകൾ, അതായത് ഹിഡമ്പൻ സ്വാമി അല്ലാതെ വേറെ മറ്റു ഉപദേവതകളൊന്നുമില്ലാത്ത ക്ഷേത്രമാണിത്. വിഗ്രഹം ഏകദേശം 6 അടിയോളം പൊക്കമുള്ള വലിയ വിഗ്രഹമാണ്. വലിയ കൊടിമരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പല പ്രാവശ്യം ക്ഷേത്രം നാമാവശേഷമായിട്ട് പുതുക്കി പണിതായിട്ട് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ വന്ന ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തിൻ്റെ കൊടിമരമോ അല്ലെങ്കിൽ ആഘോഷങ്ങളൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കില്ല. വിശ്വാസം അനുസരിച്ച് ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് ശേഷം നശിച്ചുപോയ ക്ഷേത്രം പുതുക്കി പണിതതാകാം. ഇപ്പോൾ വലിയ ബലിക്കല്ല് മാത്രമാണ് നമുക്കിവിടെ ഉള്ള അവശേഷിക്കുന്ന ഒരു പൗരാണികമായിട്ടുള്ള സ്മാരകം എന്ന് നമുക്ക് കണക്കാക്കാം. മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ഉപ്പ്. ഈ ഉപ്പ് സമർപ്പിക്കുന്ന സമയത്ത് മറ്റൊരു വഴിപാടിനും ഇല്ലാത്ത പ്രാധാന്യം ഇതുണ്ട്. ഒരു സ്ഥലത്തും ഇല്ലാത്ത വഴിപാടാണത്. പക്ഷേ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഉപ്പ് സമർപ്പിച്ചുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥിച്ച കാര്യം നടക്കും എന്നാണ് നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലുള്ള പാലുണ്ണി, അരിമ്പാറ തുടങ്ങിയതായിട്ട് മാറാതെ കിടക്കുന്ന ചില ത്വക്ക് ഡിസീസസ്, അത് ഇവിടെ ഉപ്പ് സമർപ്പിക്കുന്ന സമയത്ത് തന്നെ അത് മാറി അവർ സുഖം പ്രാപിക്കുന്നതായിട്ടുള്ള നിരവധി അനുഭവങ്ങളുണ്ട്. അതുപോലെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മാറാ രോഗങ്ങൾക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർപ്പദോഷം മാറാൻ, ഇതൊക്കെ പ്രധാനമായിട്ടും ഈ ഉപ്പ് സമർപ്പിക്കുന്നത് ഒരു വിശേഷപ്പെട്ട വഴിപാടാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ മുമ്പിലുള്ള മണ്ഡപത്തിൻ്റെ മുകളിലേക്ക് ആളുകൾ ഉപ്പ് വന്ന് ചൊരിയുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ആൽമരം വളരെ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള, ഐതിഹ്യപരമായിട്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഐതിഹ്യപരമായിട്ടുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമൻ ഇവിടെ വന്ന് തപസ് ചെയ്തു. ഇവിടെ വന്ന് പ്രതിഷ്ഠാദി കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തതിന് ശേഷം ഇവിടെ ഇരുന്ന് ഈ ആലിൻ്റെ ചോട്ടിൽ ഇരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതനുസരിച്ച് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു പ്രാധാന്യത്തോടു കൂടി ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള പ്രത്യേകത, അതായത് നമുക്ക് നേരിട്ട് അനുഭവപ്പെടുന്നതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചട്ടാമ്പി സ്വാമികളുടെ 3ാമത്തെ ശിഷ്യനുണ്ട് തീർത്ഥപാദസ്വാമി എന്ന്. ആ തീർത്ഥപാദസ്വാമി ഇവിടെ വന്ന് ഭഗവാനെ 41 ദിവസം ഭജനം ഇരിക്കുകയും അവസാനം ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹങ്ങൾ കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന വളരെയധികം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഈ മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലാകെ ഉപദേവതയായിട്ട് ഒറ്റ പ്രതിഷ്ഠയുള്ളൂ, അത് ഇടുമ്പൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ്. ഇടുമ്പൻ സ്വാമി എല്ലാവർക്കും അറിയാം. പഴനിമല, ഇടുമ്പൻമല എന്ന് പറഞ്ഞിട്ട് 2 മലകളുണ്ട്. ആ മലകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു മലയിൽ സുബ്രഹ്മണ്യ സ്വാമിയും മറ്റേ മലയിൽ ഇടുമ്പർ സ്വാമിയാണ് ഇരിക്കുന്നത്. ഇടുമ്പർ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴനി മല മുരുകൻ്റെ സഹായിയാണ്. അദ്ദേഹം സന്തത സഹചാരിയാണ്. ഇപ്പോൾ പണ്ടവിടെ അദ്ദേഹം അവിടെ വന്നിരിക്കുന്ന സമയത്ത്, ആ മലയിലിരുന്ന സമയത്ത് മല തൻ്റേതാണെന്നും അവിടെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടുമ്പൻ സ്വാമി വിലക്കിയെന്നും
തടസ്സപ്പെടുത്തിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവസാനം അങ്ങനെ ഇടംബരും ആയിട്ട് യുദ്ധം നടന്ന് ഇടംബര് വധിക്കപ്പെട്ടുവെന്നും വധിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് താൻ തൻ്റെ സേവകനായിട്ടിരുന്നോളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പുനർജന്മം കൊടുത്ത് വീണ്ടും അങ്ങനെ ഇടംബർ സ്വാമി ഇപ്പോൾ ഭഗവാന്റെ സേവകനായിട്ട് കൂടെ എല്ലാ സമയത്തും ഉണ്ട്. അദ്ദേഹം അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ അതാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് തൈപ്പൂയ മഹോത്സവമാണ്. മകരമാസത്തിലെ പൂയം നക്ഷത്രം ഏറ്റവും വിശേഷപ്പെട്ട ആഘോഷമായിട്ട് അതിനെക്കുറിച്ച് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതീവ ബലവാനായിട്ടുള്ള താരകാസുരൻ്റെ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ജന്മമെടുത്തത്. താരകാസുരൻ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. പ്രത്യക്ഷപ്പെടുത്തി തനിക്ക് മരണമില്ലാത്ത അമരത്വം വേണം എന്ന് പറയുന്ന സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞു അങ്ങനെ ആർക്കും അങ്ങനെ ഒരു വരം ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും പൂർത്തീകരിക്കപ്പെടാത്തൊരു വരമാണ് ചോദിച്ചത്. അതായത് ശിവൻ്റെ പുത്രൻ തന്നെ വധിച്ചോട്ടെ, പക്ഷേ 7 വയസ്സിന് മുമ്പ് വധിക്കണം. ആ സമയത്ത് ശിവൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ സതീദേവി മരണപ്പെട്ടതിന് ശേഷം പരിപൂർണമായും അന്തർമുഖനായി തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് തപസ് ചെയ്യുന്ന കാലമായിരുന്നു അത് ഹിമാലയത്തിൽ. അതായത് ഇത് ഒരിക്കലും വിവാഹം കഴിക്കാനുള്ള ഒരു സാധ്യതയോ അവസരമോ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വരം മേടിച്ചത്, ഒരിക്കലും താൻ വധിക്കപ്പെടരുതെന്ന് വിചാരിച്ചുകൊണ്ട്. അങ്ങനെ താരകാസുരൻ വരബലമെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് കഥയനുസരിച്ച് അദ്ദേഹം ശിവന് പുത്രനായി സുബ്രഹ്മണ്യസ്വാമി ജനിക്കുകയും ആ സുബ്രഹ്മണ്യസ്വാമി താരകാസുരനെ വധിച്ച് ആ സന്തോഷത്തോടു കൂടി വരുന്ന ദിവസമാണ് തൈപ്പൂയം. അതിൻ്റെ ഭൂതഗണങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് സേവകന്മാരും ഒക്കെ ആയിട്ട് ആർത്തുല്ലസിച്ച് അടിച്ച് തകർത്ത് വരുന്നതാണ് ഉത്സവമായിട്ട് മാറിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് അതിന് ഐതിഹ്യവുമായിട്ട് വളരെയധികം നമ്മുടെ പഴക്കമുണ്ട്. വളരെ പഴക്കമുള്ള ഒരു നമ്മുടെ എല്ലാം വിശ്വാസം അനുസരിച്ചുള്ള സ്കന്ദപുരാണത്തിലെ മറ്റു പുരാണങ്ങളിലൊക്കെ ശിവപുരാണത്തിലൊക്കെ പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ എന്ന് പറയുന്നത് ശിവപാർവതിമാരുടെ സാന്നിധ്യത്തിൽ ശിവൻ കുമാരനോടും സുബ്രഹ്മണ്യ സ്വാമിയോടും ഗണപതി ഭഗവാനോടും ഒരുപോലെ പറയുകയാണ്, ആരാണോ ലോകം ചുറ്റി വരുന്നത് അവർക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന വിശേഷപ്പെട്ട പഴം ഞാൻ തരും എന്ന് പറയും. സുബ്രഹ്മണ്യ സ്വാമി മയിലുമായിട്ട് ലോകം ചുറ്റാൻ വേണ്ടിയിട്ട് പോകും. അതേസമയത്ത് ഗണേശൻ ശിവപാർവതിമാരെ വന്നിച്ച് നമസ്കരിച്ച് ആ പഴം കൈക്കലാക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഉത്തരം അമ്മയും അച്ഛനെയും നമസ്കരിച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ചുറ്റി വന്ന പോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പഴം മേടിച്ചെടുക്കും. സുബ്രഹ്മണ്യ സ്വാമി തിരിച്ചു വരുമ്പോൾ പഴമില്ല, പഴം ഗണേശൻ്റെ കയ്യിലിരിക്കുന്നു. അങ്ങനെ പഴം കൊണ്ട് അദ്ദേഹം പഴനിക്ക് പോയി, അവിടെ വിട്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ഷേത്ര പ്രതിഷ്ഠയുള്ള വിശേഷപ്പെട്ട സ്ഥലമാണ്. ഇവിടെ നിന്ന് മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നേരെയുള്ള റോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുവാരം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പെരുവാരം മഹാദേവ ക്ഷേത്രത്തിലെ ശിവപാർവതിമാരുടെ പ്രതിഷ്ഠയാണ്. ശിവന് പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള ശിവപാർവതിമാരുടെ പ്രതിഷ്ഠയാണ്. അത് കിഴക്കോട്ട് തിരിഞ്ഞാണ് ശിവൻ ഇരിക്കുന്നത്. അതിന് നേരെ വിപരീതമായിട്ടുള്ള നിലയിൽ, വിപരീതമായിട്ട് നേരെ പടിഞ്ഞാട്ടല്ലാതെ നോക്കാതെ കിഴക്കോട്ട് തന്നെ തിരിഞ്ഞിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ് മന്നത്ത് ഉള്ളത്. പരസ്പരം വിരുദ്ധമായിട്ടുള്ള കാണാൻ പറ്റാത്ത തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു ക്ഷേത്ര സങ്കല്പം. ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് പെരുവാരം മഹാദേവ ക്ഷേത്രം മഹാക്ഷേത്രമാണ്. അവിടെ വളരെ ഗംഭീരമായിട്ടുള്ള നിലയിൽ ഉത്സവമൊക്കെ നടക്കും. ആ ഉത്സവത്തിൽ എല്ലാ ദേവന്മാരും ദേവിമാരും അവിടെ എത്തിച്ചേരുന്നു എന്നാണ് വിശ്വാസം. വലിയ വിളക്കിൻ്റെ അന്ന് വലിയ നിലയിലുള്ള ആഘോഷത്തോട് കൂടിയിട്ടുള്ള ഉത്സവമാണ് അവിടെ നടക്കുക. 9 ആന, ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാവാറുണ്ട്. അങ്ങനെ വലിയ നിലയിലുള്ള ആഘോഷം ഉത്സവം അവിടെ നടക്കും. ആ ഉത്സവത്തിൽ എല്ലാവരും പങ്കെടുക്കും. പക്ഷേ മന്നത്തു നിന്നുള്ള ഭഗവാൻ അവിടെ പോകാറില്ല. ഉത്സവം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭഗവാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. വാദ്യമേളങ്ങളോടും ആഘോഷങ്ങളോടും കൂടിയൊക്കെ ഈ പെരുവാരം ക്ഷേത്രത്തിലേക്ക് പോകും. അതിന് പുറപ്പാട് എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉത്സവം കഴിഞ്ഞ് വന്നിട്ടും അവിടെ മഹാദേവൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും അദ്ദേഹത്തെ. വളരെ ദൂരെ നിന്ന് തന്നെ മകൻ്റെ വരവ് കണ്ടിട്ട് കൂട്ടാനകളെ 2 എണ്ണം പറഞ്ഞു വിടും. കണ്ടങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് മുതൽ ഏതൊക്കെ മേളങ്ങളാണോ ആ ഉത്സവത്തിനുണ്ടായിരുന്നത് അത് മുഴുവൻ ആവർത്തിക്കും. എല്ലാ മേളങ്ങളും വീണ്ടും ഒരിക്കൽ കൂടി കൊട്ടിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കും. അങ്ങനെ കാത്തു നിൽക്കും കിഴക്കേ നടയിൽ. അദ്ദേഹം വരുന്ന സമയത്ത് സുബ്രഹ്മണ്യ സ്വാമി അവിടെ എത്തിക്കഴിയുമ്പോൾ 2 പേരും കൂടി കൂട്ടി എഴുന്നള്ളിപ്പ് അമ്പലത്തിന് 3 പ്രദക്ഷിണം വച്ചിട്ട് വഴക്കും പരിഭവവും ഒക്കെ മറന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി തിരിച്ചു പോരും. അതിൽ പിറ്റേ ദിവസം ആറാട്ട് നടക്കുന്നതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. ഈ പെരുവാരം ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും വലിയ കുളമുണ്ട്.
ആ കുളത്തിൽ ഒന്നും ആറാട്ട് നടത്താതെ ഏകദേശം 1.5 കിലോമീറ്റർ ഇപ്പുറത്തുള്ള മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ കുളത്തിൽ വന്ന് ആറാട്ട് കഴിച്ച് ഒരു സന്തോഷത്തോടു കൂടി രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് മണ്ഡപത്തിലിരുന്ന് നിവേദ്യമെല്ലാം സ്വീകരിച്ച് ഭക്തരെ മുഴുവൻ ജനങ്ങളെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് പെരുവാരത്തപ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പെരുവാരം മഹാദേവൻ തിരിച്ചു പോകുന്ന സമയത്ത് മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ പറവച്ച് സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത് തിരിച്ചു പോകും. അങ്ങനെ ഐതിഹ്യപരമായി തന്നെ വലിയ പ്രാധാന്യമുള്ള അതോടനുബന്ധിച്ചുള്ള ചടങ്ങുകളുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മന്നം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം.